സ്ക്രീനൊക്കെ വിസിബിൾ ആണല്ലോ. നമ്മൾ ഇന്ന് ഓൾറെഡി പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മോസ്റ്റ് ഓഫ് ദി പോർഷൻസും കവേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് PYQ തന്നെയാണ് ഇതുവരെയും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട PYQs ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലുള്ളതല്ല, പക്ഷെ എന്നാൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം അതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് ഒക്കെ ചില സമയത്ത് പറയും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിനകത്ത് ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് FM Max ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്യൂറോക്രസി. നമ്മൾ ഓൾറെഡി ഇത് പലതവണ പറഞ്ഞു പോയതാണ്. FM Maxന്റെ ക്ലാസിഫിക്കേഷനിൽ ബ്യൂറോക്രസിക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് ഓർഡർ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗാർഡിയൻ ബ്യൂറോക്രസിയാണ്, രണ്ടാമത്തേത് കാസ്റ്റ് ബ്യൂറോക്രസിയാണ്, മൂന്നാമത്തേത് പേട്രണേജ് ബ്യൂറോക്രസിയാണ്, നാലാമത്തേത് മെറിറ്റ് ബ്യൂറോക്രസിയാണ്. ആൻസർ ചെയ്തോ? ആൻസർ ചെയ്തോ? ആൻസർ ചെയ്ത എല്ലാവരും? തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ചെയ്തു. ഓഡിബിൾ ആണോ? പറയുന്നത് കേൾക്കാവോ? ഓക്കെ, ആൻസർ ചെയ്തേ. ഓപ്ഷൻസിൽ ഏതൊക്കെയാ നോക്കിക്ക്. ഇതിന്റെ ഓർഡർ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അതായത് FM Max ബ്യൂറോക്രസിക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗാർഡിയൻ ബ്യൂറോക്രസി, കാസ്റ്റ് ബ്യൂറോക്രസി, പേട്രണേജ് ബ്യൂറോക്രസി, മെറിറ്റ് ബ്യൂറോക്രസി. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക ഏതായിരിക്കും ആദ്യം വരുന്നത് ഇല്ലെങ്കിൽ ഏതായിരിക്കും അവസാനം വരുന്നത് എന്നിങ്ങനെ ഗസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസറിന്റെ ഐഡിയ കിട്ടും. തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ബി. ഓക്കെ, ബി പറയുന്നുണ്ട്. പിന്നെ ബി പറയുന്നുണ്ട്. വേറെ എല്ലാരും ബി ആണോ പറയുന്നത്? ഓക്കെ, എല്ലാരും ബി ആണല്ലേ പറയുന്നത്. പക്ഷെ ബി അല്ല ആൻസർ. ഞാൻ പറഞ്ഞു തരാം എന്താണ് ആൻസർ. 1 2 3 4 ആണ് കേട്ടോ. ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറയാം. ആദ്യത്തേത് നമ്മുടെ ഗാർഡിയൻ ബ്യൂറോക്രസിയാണ്. ഈ മെറിറ്റ് ബ്യൂറോക്രസി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒക്കെ വെച്ചിട്ടാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നു റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് പറഞ്ഞപ്പോൾ. അപ്പോ മെറിറ്റ് അവസാനമായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നുകൂടെ? ആ ഒരു ലോജിക്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ഏറ്റവും അവസാനമായിരിക്കും വരിക, കാരണം മെറിറ്റ് ഒന്നും ആദ്യമേ അവർ നോക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കേണ്ടത് 1 2 3 4 എന്നാണ് ഇതിന്റെ ഓർഡർ കേട്ടോ. ഇനി ഇതിന്റെ ആൻസറിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് എഴുതി വെച്ചോ. ഗാർഡിയൻ ബ്യൂറോക്രസി. ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താ? ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സുകളെ എന്താണ്? ഗാർഡിയൻസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോറി, ഒരു സെക്കൻഡേ. ഗാർഡിയൻസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ. ജിസ് മൈക്ക് ഓൺ ആണോ?
ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, മയക്കുന്നു. ഓക്കെ. അപ്പൊ ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഗാർഡിയൻ ആയിട്ടാണ് ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഏത് രാജ്യമായിരിക്കും ഈ ഗാർഡിയൻ ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ എന്ന് പറയാമോ? ഏത് രാജ്യമായിരിക്കും ഗാർഡിയൻ ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ? എനി ഐഡിയ? ഗാർഡിയൻ ബ്യൂറോക്രസിക്കുള്ള എക്സാമ്പിൾ ഏതായിരിക്കും? ഏത് രാജ്യമായിരിക്കും? പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഗാർഡിയൻ ആയിട്ടായിരിക്കും ബ്യൂറോക്രാറ്റ്സുകൾ പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് പഠിക്കുമ്പോൾ അവിടെ കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന ഒരാളെ പഠിക്കും. ആ സമയത്ത് ഈ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഈ ഗാർഡിയൻ ബ്യൂറോക്രസി എക്സിസ്റ്റ് ചെയ്ത രാജ്യമാണ് ചൈന. എഴുതി വെച്ചോണേ, ഇത് നമ്മുടെ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഇത് അഡീഷണൽ പോയിന്റ് ആണ് കേട്ടോ. ചൈനയാണ് ഗാർഡിയൻ ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഗാർഡിയൻ ആയിട്ട് പബ്ലിക് ബ്യൂറോക്രാറ്റ്സ് ആണ് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഗാർഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാസ്റ്റ് ബ്യൂറോക്രസിയാ. കാസ്റ്റ് ബ്യൂറോക്രസി എവിടെയായിരിക്കും ഉള്ളത്? കാസ്റ്റ് ബ്യൂറോക്രസി എവിടെയായിരിക്കും ഉള്ളത്? കാസ്റ്റ് ബ്യൂറോക്രസി എവിടെയാ കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, കിട്ടും. കാസ്റ്റ് ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ ഏത് രാജ്യമായിരിക്കും? എനി ഐഡിയ? കാസ്റ്റ് ബ്യൂറോക്രസിക്ക് ഏതാണ് എക്സാമ്പിൾ? ഇന്ത്യ. വെരി ഗുഡ്, ഇന്ത്യ ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ആണ്, ഇന്ത്യ ആണ്. എഴുതി വെച്ചേക്ക്, കാസ്റ്റ് ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയാണ്, ഇന്ത്യയാണ് കാസ്റ്റ് ബ്യൂറോക്രസിക്ക് എക്സാമ്പിൾ. ഓക്കെ. ഇനി അടുത്തത് പേട്രണേജ് ബ്യൂറോക്രസി. ഇത് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഈ രാജ്യങ്ങളുടെ പേര് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. പേട്രണേജ് ബ്യൂറോക്രസി 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പേട്രണേജ് ബ്യൂറോക്രസി ഫോളോ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് പക്ഷെ വേറൊരു പേരിലാണ് പഠിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ ബ്രാക്കറ്റിൽ പേട്രണേജ് ബ്യൂറോക്രസി ആഡ് ചെയ്തിരുന്നു. നോർമലി അത് ആ പേരിലല്ല ചോദിക്കാറ്, രണ്ടും ചോദിക്കാറുണ്ട്. പേട്രണേജ് ബ്യൂറോക്രസിയും ചോദിക്കാറുണ്ട്, മറ്റേ പേരും ചോദിക്കാറുണ്ട്. ഏത് രാജ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. ഏതായിരിക്കും പേട്രണേജ് ബ്യൂറോക്രസി ഉള്ളത്? പേട്രണേജ് ബ്യൂറോക്രസി നിലനിൽക്കുന്ന രാജ്യമാണ് USA ആണ് കേട്ടോ. ബ്രിട്ടൻ അല്ല, USA ആണ്. USA ആണ്. അങ്ങനെയാണെങ്കിൽ പേട്രണേജ് ബ്യൂറോക്രസിയുടെ മറ്റൊരു പേരെന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പേട്രണേജ് ബ്യൂറോക്രസിയുടെ മറ്റൊരു പേരെന്താ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഇനിയിപ്പോ എഴുതേണ്ട കാര്യമില്ല, സ്പോയിൽ സിസ്റ്റം ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? എന്താണ്? ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർ എന്ത് ചെയ്യും? ജോലി ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും അല്ലെ? ബാക്കി നിലവിലുണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്ത് ആ വരുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് വേണ്ടവരെ മാത്രം അപ്പോയിന്റ് ചെയ്യുന്ന രീതിയാണ് സ്പോയിൽ സിസ്റ്റം. ആ സ്പോയിൽ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് പേട്രണേജ് ബ്യൂറോക്രസി. തെറ്റിക്കോ? ഇനി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഈ ഒരു പേട്രണേജ് ബ്യൂറോക്രസി ശരിക്കും എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിലനിന്നിരുന്നത് ആൻഡ്രൂ ജാക്സന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ ചോദിക്കത്തില്ല, പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ആൻഡ്രൂ ജാക്സന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സിസ്റ്റം വളരെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിലനിൽക്കുന്നത്. ദെൻ ലാസ്റ്റ് മെറിറ്റ് ബ്യൂറോക്രസിയാണ്. മെറിറ്റ് ബ്യൂറോക്രസി എവിടെയായിരിക്കും? നമ്മൾ പഠിച്ചു മെറിറ്റ് ബ്യൂറോക്രസിയുടെ ഒറിജിൻ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്. മെറിറ്റ് ബ്യൂറോക്രസിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് UK ആണ് അല്ലെ? നമ്മൾ പഠിച്ചില്ലേ? ഇന്ത്യൻ സിവിൽ സർവീസ് ഒക്കെ വരാൻ കാരണം നമ്മൾ എവിടെ നിന്നാണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് കോളനി ആയതിനു ശേഷമാണ് ഇന്ത്യയിൽ വരെ സിവിൽ സർവീസ് സിസ്റ്റം ഒക്കെ വരുന്നത് അല്ലെ? അപ്പൊ UK ആണ് മെറിറ്റ് ബ്യൂറോക്രസിയുടെ എക്സാമ്പിൾ ആയിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഗാർഡിയൻ ബ്യൂറോക്രസി ചൈന, കാസ്റ്റ് ബ്യൂറോക്രസി ഇന്ത്യ, പേട്രണേജ് ബ്യൂറോക്രസി USA, മെറിറ്റ് ബ്യൂറോക്രസി UK. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. ഓക്കെ, ഇതും നമ്മൾ നമ്മുടെ നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നോട്ടിൽ ഉൾക്കൊള്ളിക്കാതിരുന്ന. ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു.
ABCD മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ABCD മെത്തേഡ് എന്ന് പറയുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പക്ഷെ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എവിടെയാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ABCD മെത്തേഡ് എന്ന് പറയുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കേ. A റിക്രൂട്ട്മെന്റ്, B ഡിസിപ്ലിൻ, C പണിഷ്മെന്റ്, D ട്രെയിനിങ്. എവിടെയാണെന്ന് ആൻസർ ചെയ്തേ. A പറയുന്നു. പിന്നെ നിങ്ങൾ സ്പീഡിൽ കമന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിലേ വരും. 55 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സോ സ്പീഡിൽ കമന്റ് ചെയ്യണേ. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. തെറ്റിപ്പോയാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. കമന്റ് ചെയ്തു, പെട്ടെന്ന് കമന്റ് ചെയ്തു. സി പറയുന്നവരുണ്ട്, എ പറയുന്നുണ്ട്. പിന്നെ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നവരുണ്ടോ? ഓക്കെ, ദ ആൻസർ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ് ആണ്. ABCD മെത്തേഡ് യൂസ് ചെയ്യുന്നത് ട്രെയിനിങ്ങിലാണ്. ഇനി ഓരോന്നും എന്താ? എ എന്തായിരിക്കും? എ എന്താ? എക്സ്പാൻഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കാൻ തീരെ ചാൻസ് ഇല്ല. എനിവേ, എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരരുത്, അതുകൊണ്ട് പറയുന്നു. എ എന്തായിരിക്കും? എ എന്താ? എ ഓഡിയൻസ് ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ ആണ്. സി കണ്ടീഷൻ ആണ്. ഡി ഡിഗ്രി ആണ്. ക്ലിയർ ആയല്ലോ? അത്രയും പഠിച്ചു വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. എ ഓഡിയൻസ്, ബി ബിഹേവിയർ, സി കണ്ടീഷൻ, ഡി ഡിഗ്രി. കിട്ടിയോ? ABCD മെത്തേഡ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എ എന്ന് പറഞ്ഞ ഓഡിയൻസ് ആണ്, ബി ബിഹേവിയർ ആണ്, സി കണ്ടീഷൻ ആണ്, ഡി ഡിഗ്രി ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്ക്രീൻ വിസിബിൾ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മിഷിഗൻ സ്റ്റഡീസ് ഏതുമായി റിലേറ്റഡ് ആണ്? ഓപ്ഷൻ എ റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ബി ട്രെയിനിങ്, ഓപ്ഷൻ സി ലീഡർഷിപ്പ്, ഓപ്ഷൻ ഡി ഡിസിപ്ലിനറി ആക്ഷൻ. സി ഡി ആണ്. പിന്നെ വേറെ സി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ഇല്ല, ഇപ്പൊ കേൾക്കുന്നില്ല. സി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ഓക്കെ, സി ആണ് കേട്ടോ ആൻസർ. ലീഡർഷിപ്പ് ആണ് ആൻസർ. ലീഡർഷിപ്പ് ആണ് ആൻസർ. 1950s ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചും ലീഡർഷിപ്പിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മിഷിഗൻ സ്റ്റഡീസ് ലീഡർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who among the following introduced behavioralism in the study of public administration? Who among the following introduced
ബിഹേവിയറലിസം ഇൻ ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിഹേവിയറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ വുഡ്രോ വിൽസൺ, ഓപ്ഷൻ ബി സൈമൺ, ഓപ്ഷൻ സി എഫ് എം മാക്സ്, ഓപ്ഷൻ ഡി FW ടൈലർ. ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. എ പറയുന്നു. എല്ലാരും എ ആണോ പറയുന്നത്? ഓക്കെ, ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു കാര്യം പറയാം. നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ എവല്യൂഷൻ പഠിച്ച സമയത്ത് 5 സ്റ്റേജസ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളല്ലേ വുഡ്രോ വിൽസൺ. ഫസ്റ്റ് സ്റ്റേജിൽ പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ ഡയക്കട്ടോമി ആണ്, അവിടെ ഇൻട്രൊഡക്ഷൻ ആയതല്ലേ ഉള്ളൂ. അതിനുശേഷം പല പല സ്റ്റേജസ് വന്നതിന് ശേഷം 1940s to 50s അല്ലേ ഈ ബിഹേവിയറലിസം ഒക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വുഡ്രോ വിൽസൺ ആകുമോ? നിങ്ങൾ അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വുഡ്രോ വിൽസൺ ആകുമോ? വുഡ്രോ വിൽസൺ ആകുമോ? ആവില്ല. കാരണം ഇദ്ദേഹം 1880s അല്ലേ വരുന്നത്. 1880s വരുന്നത്. 1880s എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ബിഹേവിയറലിസം ആയിട്ടില്ല. കാരണം ബിഹേവിയറലിസം അതിന്റെ സെനിറ്റ് പീരീഡിലേക്ക് എത്തുന്നത് 1950s കൂടിയാണ്. ആക്ച്വലി 1950s അതിന്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസിലേക്ക് എത്തുന്നത്. 1880s ബിഹേവിയറലിസം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വുഡ്രോ വിൽസൺ അല്ലാതെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് ആരാണ്? നമ്മുടെ ഹെർബർട്ട് സൈമൺ ആണ് അല്ലെ? ഹെർബർട്ട് സൈമൺ ആണ് ആൻസർ. ബാക്കിയുള്ളവരൊന്നും അല്ലെ? FW ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആണെങ്കിലും 1920s അടുത്തിട്ടാണ് വരുന്നത് അല്ലെ? പിന്നെ ബ്യൂറോക്രാറ്റിക് തിയറി ഇതുമായിട്ട് അത്ര റിലേറ്റഡ് അല്ല അല്ലെ? സോ ഹെർബർട്ട് സൈമൺ ആണ് ബിഹേവിയറലിസം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിൽ പറയുന്നതല്ല, പക്ഷെ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. The first inquiry is the name of a study by dash എൽട്ടൺ മായോ, FW ടൈലർ, സൈമൺ, എഡ്വേർഡ് വെയ്നർ. ഇതിൽ ആരാണ് ആൻസർ? പക്ഷേ ഈ ഫസ്റ്റ് എൻക്വയറി എന്നുള്ളത് നിങ്ങൾ വേറൊരു ടൈമിൽ പഠിച്ചിട്ടുണ്ടാവും. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ കേട്ടിട്ടുണ്ടോ? ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നോർമലി നമുക്ക് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഇതാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഈ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു പേരാണ് ഫസ്റ്റ് ഇൻക്വയറി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇൻക്വയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരായിരിക്കും? ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ് ഈ കൂട്ടത്തില്? ഓപ്ഷൻ പറഞ്ഞോളൂ. 5ന്റെ ആൻസർ എന്താ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡി. ബി പറയുന്നു. പിന്നെ ആദ്യം തന്നെ പറയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഒരുപാട് 3 തവണയൊക്കെ ഇതിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചാലും തെറ്റില്ല കേട്ടോ. ബി ആണോ എല്ലാരും പറയുന്നേ? ബാക്കിയുള്ളവരുടെ ഓപ്ഷൻസ് എന്താ? എ പറയുന്നവരുണ്ട്. പിന്നെ ഓക്കെ, ആൻസർ എഡ്വേർഡ് വെയ്നർ ആണ് കേട്ടോ. എഡ്വേർഡ് വെയ്നർ ആണ് ആൻസർ. ഫസ്റ്റ് ഇൻക്വയറി എഡ്വേർഡ് വെയ്നർ ആണ്. എൽട്ടൺ മായോയുടെ മെത്തേഡിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ഇൻക്വയറി എന്നാണോ? അത് ക്ലിനിക്കൽ മെത്തേഡ് എന്നാണ് അല്ലെ? നമ്മുടെ ഹോത്തോൺ എക്സ്പെരിമെന്റിനെ അദ്ദേഹം വിളിച്ചത് എന്താണ്? ക്ലിനിക്കൽ മെത്തേഡ് എന്നാണ് അല്ലെ? തെറ്റിപ്പോരുത് കേട്ടോ. ക്ലിനിക്കൽ മെത്തേഡാണ് എൽട്ടൺ മായോയുടെ തിയറി. ദ ഫസ്റ്റ് ഇൻക്വയറി എന്ന് പറയുന്നത് എഡ്വേർഡ് വെയ്നർ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തതായിരുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത്, പെട്ടെന്ന് പറഞ്ഞു എളുപ്പമല്ലേ? പ്രിൻസിറ്റൺ സ്കൂൾ, ഫിലാഡൽഫിയ കോൺഫറൻസ്, മിന്നോബ്രൂക്ക് കോൺഫറൻസ്, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ആ പോർഷൻ പഠിപ്പിച്ച സമയത്ത് ആഡ് ചെയ്തിരുന്നു. ഓക്കെ, എല്ലാവരും സി ആണല്ലേ? കറക്റ്റ് ആണ്. മിന്നോബ്രൂക്ക് കോൺഫറൻസ് ആണല്ലേ? ഫസ്റ്റ് മിന്നോബ്രൂക്ക് കോൺഫറൻസ് എന്നായിരുന്നു? 1 മിനിറ്റ്. 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 1
ഫസ്റ്റ് മിന്നോ ബ്രൂക്ക് എന്നായിരുന്നു? അത് ചോദിക്കും കേട്ടോ, ഇയർ ചോദിക്കും. ഫസ്റ്റ് മിന്നോ ബ്രൂക്ക് എന്നായിരുന്നു? ഏത് വർഷ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മിന്നോ ബ്രൂക്ക് 1968, സെക്കൻഡ് മിന്നോ ബ്രൂക്ക് 1988 കേട്ടോ. ഇത് മറന്നു പോയേക്കരുത്, ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് കോഡ്സ് ആണ്. കോഡ്സ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക കേട്ടോ. Who declared that if our civilization fails, it will be mainly because of a breakdown of administration? എന്ന് പറഞ്ഞത് ആരാണ്? ഡോൺഹൻ ആണോ, എൽ ഡി വൈറ്റ് ആണോ, ചാൾസ് എ ബിയേർഡ് ആണോ, ഓഡ്വേ ടിയേർഡ് ആണോ? ഇത് നിങ്ങൾ ഗസ് ചെയ്തു. ചുമ്മാ അറിയില്ല എന്ന് എനിക്കറിയാം, ജസ്റ്റ് ഗസ് ചെയ്തു. ബി പറയുന്നു, പിന്നെ ബി സി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അല്ലേ? ക്വസ്റ്റ്യൻ കാണത്തില്ല അല്ലേ? കാണാവോ? Who declared that if our civilization fails, it will be mainly because of breakdown of administration? നമ്മുടെ സിവിലൈസേഷൻ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള തകർച്ചയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ ഇപ്പം നമുക്ക് അറിയുന്ന ഒരാളെ ഉള്ളൂ അല്ലെ, ബാക്കിയെല്ലാം നമുക്ക് അറിയത്തില്ലാത്തവരാണല്ലേ, അതുകൊണ്ടൊരു പ്രശ്നമുണ്ടല്ലേ. ഓക്കെ, ആൻസർ സി ആണ് കേട്ടോ. ചാൾസ് എ ബിയേർഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ദ തിയറി ഓഫ് പ്രിസ്മാറ്റിക് സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ. പ്രിസ്മാറ്റിക് സൊസൈറ്റി ആണ് കേട്ടോ. നമ്മൾ 3 സൊസൈറ്റികൾ പഠിച്ചിരുന്നു. അതിൽ പ്രിസ്മാറ്റിക് സൊസൈറ്റി ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡിഫറെന്റ് സൊസൈറ്റീസ്, സ്റ്റഡി ഓഫ് പബ്ലിക് സർവീസസ് in developed and developing countries, institutional comparison of public administration in developed countries, structural function analysis of public administration in developing countries. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രിസ്മാറ്റിക് സൊസൈറ്റി ആണ്. അപ്പൊ ഏതായിരിക്കും? നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഫ്യൂസ്ഡ്, പ്രിസ്മാറ്റിക്, ഡിഫ്രാക്റ്റഡ് സൊസൈറ്റി എന്നല്ലേ പഠിച്ചത്? ഫ്യൂസ്ഡ് ആകുമ്പോൾ അഗ്രേറിയൻ സൊസൈറ്റി, പ്രിസ്മാറ്റിക് ആകുമ്പോൾ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഇല്ല ഡെവലപ്പിംഗ് കൺട്രീസ്, ഡിഫ്രാക്റ്റഡ് ആകുമ്പോൾ ഡെവലപ്ഡ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, ഡെവലപ്ഡ് എന്നല്ലേ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ പ്രിസ്മാറ്റിക് സൊസൈറ്റി ഏതായിരിക്കും? ആൻസർ ഏതാ വരിക? ഇപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരിക്കും അല്ലെ. രണ്ടാമത് വരുന്നത് എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് അല്ലെ. ഫ്യൂസ്ഡ്, പ്രിസ്മാറ്റിക്, ഡിഫ്രാക്റ്റഡ് സൊസൈറ്റി ആണ്. ഫ്യൂസ്ഡ്, അണ്ടർ ഡെവലപ്ഡ്, പ്രിസ്മാറ്റിക്, ഡെവലപ്പിംഗ്, ഡിഫ്രാക്റ്റഡ്, ഡെവലപ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 2 ഓപ്ഷൻ ഇല്ലേ? ഇനി നിങ്ങൾ നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കണം. ഇവിടെ സ്റ്റഡി ഓഫ് പബ്ലിക് സർവീസസ് ആണ്. നമ്മൾ പബ്ലിക് സർവീസസിനെ കുറിച്ചാണോ പറഞ്ഞിരുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് അല്ലേ പറയുന്നത്? സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പൊ ജിഷയുടെ പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് കയറിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ പ്രിസ്മാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത നോക്കിക്കേ. ഇതില് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച് ആണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോണം കേട്ടോ. കറക്റ്റ് മാച്ച് അല്ല, ഇൻകറക്റ്റ് മാച്ച് ആണ്. ഇവിടെ നമുക്കിപ്പം ബോൾഡ് ആക്കിയൊന്നും തരുന്നില്ല. നോർമലി നെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചിലപ്പോൾ ബോൾഡ് ആക്കിയൊക്കെ തരാറുണ്ട്. ഇവിടെ PSC പൊതുവെ, നമ്മുടെ കേരള PSC പൊതുവെ എന്താണ് ബോൾഡ് ഒന്നും ആക്കി തരാറില്ല. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് അല്ലാത്തതാണ് കേട്ടോ. ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് ഈസ് റിട്ടൺ ബൈ വാൽഡോ. Development administration in Asia is written by Wegener. The elements of administration Urwich. The bureaucratic phenomena Ian Gladden. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇൻകറക്റ്റ് മാച്ച് ഏതാ? ഏതാണ് ഇൻകറക്റ്റ് മാച്ച്?
ആൻസർ പറഞ്ഞേ, ഏതാണ് ഇൻകറക്റ്റ് മാച്ച് ഇതില്? നമ്മളെല്ലാം പഠിച്ചതല്ലേ, ബുക്കുകളുടെ പേരെല്ലാം നമ്മൾ പഠിച്ചതാ. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞ ബുക്കുകളാണ്. ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ബുക്കുകളുടെ പേര് ചോദിച്ചിരിക്കുന്ന എല്ലാം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും അറിയില്ല എന്ന് വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബി ഒക്കെ പറഞ്ഞല്ലോ, ഈ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന എഡ്വേർഡ് വെയ്നർ ആണ് നമ്മൾ ഇപ്പൊ ക്വസ്റ്റിനകത്ത് പറഞ്ഞു നിർത്തല്ലേ ഉള്ളൂ. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ദ ഫസ്റ്റ് ഇൻക്വയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയ്നർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് അദ്ദേഹത്തിൻ്റെതായിരിക്കില്ലേ? ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് വാൽഡോ ആണോ? ഡ്വൈറ്റ് വാൽഡോയുടെ ബുക്കാണോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്? യെസ്, അതെ. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എഴുതിയത് ലിൻഡൽ ഊർവിക് ആണോ? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എഴുതിയത് ലിൻഡൽ ഊർവിക് ആണോ? നോ. പക്ഷെ ആണല്ലേ. ഇവിടുത്തെ ആൻസർ എന്താണ്? പോസ്റ്റക്കോർബ് ഊർവിക്കിന്റെ അല്ല, ലൂതർ ഗള്ളിക്കിന്റെ ആണ്. തെറ്റിപ്പോരുത് കേട്ടോ. പോസ്റ്റക്കോർബൈഡിയ ലൂതർ ഗള്ളിക്കിന്റെ ആണ്, ഊർവിക്കിന്റെ അല്ല കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി മാറിപ്പോവരുത്. റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തോണം കേട്ടോ. ദ ബ്യൂറോക്രാറ്റിക് ഫിനോമിന ഇ.എൻ. ഗ്ലാഡൻ ആണ് തെറ്റായിട്ടുള്ളത്. ആക്ച്വലി ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് മൈക്കിൾ ക്രോസിയർ എന്ന് പറയുന്ന ഒരു തിങ്കറാണ്. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം, സ്പെല്ലിംഗ് വേണ്ടേ. മൈക്കിൾ ക്രോസിയറിന്റെ ബുക്കാണ് ദ ബ്യൂറോക്രാറ്റിക് ഫിനോമിന എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതണേ പേരായതുകൊണ്ട്. മൈക്കിൾ ക്രോസിയറിന്റെ ബുക്കാണ് ദ ബ്യൂറോക്രാറ്റിക് ഫിനോമിന. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question, who among the following has defined civil service as a professional body of officials, permanent, paid and skilled? ഇതൊക്കെ ഡെഫിനിഷൻസ് അല്ലേ. നമ്മൾ ആ ഒരു ലിസ്റ്റ് ഓഫ് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അതിനകത്തുള്ള ഡെഫിനിഷൻ ആണ്. ആരാണ് സിവിൽ സർവീസിനെ ഒരു പ്രൊഫഷണൽ ബോഡി ഓഫ് ഒഫീഷ്യൽസ് ആണ്, ആൻഡ് ദേ ആർ പെർമനന്റ് ആണ്, പെയ്ഡ് ആണ്, സ്കിൽഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? ഫൈനർ, എൽ ഡി വൈറ്റ്, വില്യബി, പിഫിനർ. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ സിവിൽ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് അല്ലെ. ഇതിനെ കുറിച്ചൊക്കെ ഇതിൽ ആരായിരിക്കും പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. എൽ ഡി വൈറ്റ് പറയാൻ ചാൻസ് ഉണ്ടോ? നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പേര് ഇതിൽ ആരൊക്കെയാ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയില്ല. ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഏതൊക്കെ ഇതില്? സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മോഡേൺ ടേം ആണ് അല്ലെ. ആ മോഡേൺ ടേം പറയുവാണെങ്കിൽ ഇതിൽ ആരെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം? ഓപ്ഷൻ ബി ഡിലീറ്റ് ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാം അല്ലെ. ഓപ്ഷൻ ബി ഡിലീറ്റ് ചെയ്യാം, എൽ ഡി വൈറ്റ് അല്ല എന്ന് പറയാം. പിന്നെയോ ഒരാളെയും കൂടെ നമുക്ക് സൂപ്പർ ആയിട്ട് തന്നെ കളയാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും. ആരെയാണ്? എൽ ഡി വൈറ്റിന് മുന്നേ വന്നയാളല്ലേ മുകളിലുള്ള സി ആള്, ഡി അല്ല സി, വില്യബി. സോറി, എൽ ഡി വൈറ്റിന് ശേഷം വന്നയാളല്ലേ. എനിക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചെറിയൊരു ഇത് വന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് വില്യബി പറയുന്നത്. ഈ ബിയും സിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ മേലേ. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഫൈനർ അല്ലെങ്കിൽ പിഫിനർ ആയിരിക്കുമല്ലോ. ഇനി ഇതിലാരായിരിക്കും ആൻസർ? ഫൈനർ ആണോ പിഫിനർ ആണോ? പിന്നെ ഗസ് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഡെഫിനിഷൻ തന്നിട്ടുണ്ട് നോട്ടില്, അത് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, എ ആണ് ആൻസർ കേട്ടോ. ഫൈനർ ആണ് ആൻസർ. ഫൈനർ ആണ് പറഞ്ഞിരിക്കുന്നത് സിവിൽ സർവീസ് ആസ് എ പ്രൊഫഷണൽ ബോഡി ഓഫ് ഒഫീഷ്യൽസ്, പെർമനന്റ്, പെയ്ഡ് ആൻഡ് സ്കിൽഡ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഫൈനർ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് അസേർഷൻ ഇതാണ്: scientific management believes that the most efficient organization is the most satisfying one. അതായത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതായിരിക്കും വർക്കേഴ്സിന് അവിടെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. എന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇതാണ്: Human Relations School believed that the most satisfying organization is the most efficient organization.
ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതായിരിക്കും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്നാണ് ഹ്യൂമൻ റിലേഷൻസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഒന്ന്, എയും ആറും കറക്റ്റ് ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സി പറയുന്നത് എ ഈസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ്. ഡി പറയുന്നത് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഇസ് ട്രൂ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്താണ് പറയുന്നത്? ദ മോസ്റ്റ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് വൺ എന്നാണോ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഹ്യൂമൻ റിലേഷൻസ് തിയറി പറയുന്നത് മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഓർഗനൈസേഷൻ ആണോ മോസ്റ്റ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ബി ആണ് ആൻസർ പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ കണക്ഷൻ കിട്ടൂലോ. ഒന്ന് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയാണ്, രണ്ടാമത്തെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയാണ്. രണ്ടും രണ്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇത് തമ്മിൽ ഒരു ലോജിക് ഉണ്ടാവത്തില്ല അല്ലെ, എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഉണ്ടാവത്തില്ല അല്ലെ. അപ്പൊ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ പോലും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. ഇത് കറക്റ്റ് ആണോ? സയന്റിഫിക് മാനേജ്മെന്റ് ബിലീവ്സ് ദാറ്റ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ ഇസ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് വൺ. അതായത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതാണ് വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് അല്ലെ നിങ്ങൾ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ ബിലീവ് ദാറ്റ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഓർഗനൈസേഷൻ ഇസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിലേഷൻസ് തിയറി പറയുന്നത് എന്താണ്? ഏറ്റവും സംതൃപ്തി നൽകുന്ന ഓർഗനൈസേഷൻ ഏതാണോ അതായിരിക്കും ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഓർഗനൈസേഷൻ. അത് കറക്റ്റ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ എന്താണ് പഠിച്ചത്? സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പറയുന്നത് എഫിഷ്യൻസി കൂട്ടുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസിൽ ഫോക്കസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് വഴി ബെറ്റർ ഔട്ട്പുട്ട് ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താണോ ഓർഗനൈസേഷന്റെ ഗോൾ, ആ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അല്ലാതെ അവിടെ വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ടോ? വർക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ പറയുന്നുണ്ട്. എല്ലാത്തിനകത്തും പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ഹ്യൂമൻ ബീയിങ്സിനെ ജസ്റ്റ് ഒരു മെഷീൻ പോലെയല്ലേ കൺസിഡർ ചെയ്യുന്നത്. ജോബ് ചെയ്യാനുള്ള ഒരു മെഷീൻ ആയിട്ടല്ലേ ഹ്യൂമൻ ബീയിങ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുമോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുമോ? നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, വർക്കറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല. എന്നാൽ ഹ്യൂമൻ റിലേഷൻസ് തിയറിയിൽ അങ്ങനെയാണല്ലേ പറഞ്ഞത്, വർക്കറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറുമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇല്യൂമിനേഷൻ എക്സ്പെരിമെന്റ്, റിലേ അസംബ്ലി, ടെസ്റ്റ് റൂം, മാസ് ഇന്റർവ്യൂവിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ പേരൊക്കെ പഠിച്ചില്ലേ? അതെല്ലാം എന്താണ്? വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആയിരുന്നില്ലേ? സോ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ക്ലിയർ ആയോ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്തതും ഒരു റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. Development administration signifies action-oriented and target-oriented programs suitable for developing countries. And the reason is the success of rural development plans act as a strong impetus for imitating other developmental plans.
ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോയെ. ആൻസർ നിങ്ങൾ ഓപ്ഷൻ പറയാനുണ്ടോ? ഏതെങ്കിലും ഓപ്ഷൻ പറയാവോ? 12ന്റെ ആൻസർ എന്താ? ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ? ഏത് ഓപ്ഷനാ ചൂസ് ചെയ്യുന്നേ? ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ജസ്റ്റ് ഗസ് അടിച്ചു. പെട്ടെന്ന് ഒന്ന് ഓപ്ഷൻ ടൈപ്പ് ചെയ്യണേ. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ബി. ബി ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. നീ അത് എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറയാം. ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഈ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്ലാൻഡ് ചേഞ്ച്, അതായത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക്, അതുപോലെ ഗോൾ ഓറിയന്റഡ് പ്രോഗ്രാംസ്, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ 3 കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ കറക്റ്റ് അല്ലേ? ഇത് ആക്ഷൻ ഓറിയന്റഡ് ആണ്, ടാർജറ്റ് ഓറിയന്റഡ് ആണ്. എവിടെയാണ്? ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? അതങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻഡ് ചേഞ്ചും ഗോൾ ഓറിയന്റഡ് പ്രോഗ്രാംസും സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റും ആണ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? The success of rural development plans act as a strong impetus for imitating other developmental plans. അതും കറക്റ്റ് ആണ് അല്ലേ? കാരണം എന്താണ്? നമുക്കുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാംസുകളൊക്കെ എന്താണ്? സിമിലർ ആയിട്ടുള്ള മോഡൽസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. ഒരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഒക്കെ നൽകും അല്ലേ? അങ്ങനെ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഒക്കെ നൽകുമ്പോൾ അത് ഫ്യൂച്ചറിൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ നേച്ചർ ആണ്, അതായത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ എന്താന്ന് ഇവിടെ പറയുന്നത്? നേച്ചർ ഓഫ് ദി സിസ്റ്റം ആണ്, ഇല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇത് ഫോളോ ചെയ്യുന്നത് വഴി ഫ്യൂച്ചറിലേക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഇതൊരു ഡെമോൺസ്ട്രേഷൻ പോലെ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് സഹായകമാകും എന്നൊക്കെയല്ലേ പറയുന്നത്. അത് അതിന്റെ റിസൾട്ട് ആയിട്ടാണ് പറയുന്നത്. സോ അസേർഷൻ നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്, റീസൺ റിസൾട്ട് ഓഫ് ദി ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, പക്ഷേ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയോ? ഞാനിപ്പോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ ആണോ? ക്ലാരിറ്റി കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. നിങ്ങൾ ഇങ്ങനെ തിങ്ക് ചെയ്യണം കേട്ടോ. എക്സാം ഹോളിൽ വരുമ്പോൾ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നും അത്ര ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നോക്കണം. നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോകരുത്. മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ടെൻഷനാകും, ആകെ പ്രശ്നങ്ങളാകും. നമ്മൾ വായിക്കുന്ന എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും, എല്ലാം തെറ്റാണെന്ന് തോന്നും. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. നിങ്ങൾക്ക് അത് ഉണ്ടാവണം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇത് എളുപ്പമാണ്. ദ ഗാങ് പ്ലാന്റ് ഐഡിയാസ് ഫൗണ്ട് ഇൻ ദ വർക്ക്സ് ഓഫ് ഓർവിക്, ഹെൻറി ഫയോൾ, ഗർലിക്, ചെസ്റ്റർ ബെർണാർഡ്. സിമ്പിൾ അല്ലേ? പറഞ്ഞോ. ബാക്കി എല്ലാരും ബി അല്ലേ പറയുന്നത്? വെരി ഗുഡ്, ബി ആണ് ആൻസർ. ഹെൻറി ഫയോൾ ആണ്. നമ്മൾ ഓൾറെഡി ഗാങ് പ്ലാങ്ക് ഒക്കെ വിശദമായിട്ട് തന്നെ പഠിച്ചതാണ് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളിപ്പോ തന്നെ പറഞ്ഞ ABCD കോൺഫറൻസ് മെത്തേഡ് ഈസ് റിലേറ്റഡ് ടു റിക്രൂട്ട്മെന്റ്, റിമൂവൽ, പണിഷ്മെന്റ്, ട്രെയിനിങ്. ഏതാ? ട്രെയിനിങ് ആണ് അല്ലേ? ഇത് 3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. PYQല് 3 തവണ കണ്ടിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേരേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാവോ? നോക്കിക്കേ. ദ ക്ലെക്സ് ഇൻ പ്രിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് റിക്സ്. ക്ലെക്സ് എന്ന പ്രിസ്മാറ്റിക് സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ പറഞ്ഞേ. ഡി പറയുന്നുണ്ട്.
ഡി ആണ് പറയുന്നത്, പക്ഷെ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നിങ്ങൾ അതൊന്നും ശരിക്കും വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേനെ. ഓപ്ഷൻ സി ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രിസ്മാറ്റിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ ക്ലെക്സ് എന്ന് വെച്ചാൽ എന്താ? ക്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹു കുഡ് നോട്ട് വിൻ ഇലക്ഷൻസ് ആണല്ലേ. അതുപോലെ തന്നെ സാല മോഡൽ ഉണ്ട്. 14D അല്ലേ? 14D ആണ് കേട്ടോ. 14D ആണ്. 14D ആണ്. ഞാൻ ഇതിന്റെ എല്ലാ ആൻസർ ഇതിനോടൊപ്പം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഇതേ ക്വസ്റ്റ്യൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ആൻസർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാതെ കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഓക്കെ, പിന്നെ ഏതൊക്കെയായിരുന്നു? ക്ലെക്സ് ഉണ്ട്, സാല മോഡൽ ഉണ്ട്, ഹെട്രോജിനിറ്റി ഉണ്ട്, ഫോർമലിസം ഉണ്ട്, ഓവർലാപ്പിംഗ് ഉണ്ട്, പോളി കമ്മ്യൂണലിസം ഉണ്ട്, നെപ്പോട്ടിസം ഉണ്ട്, പർട്ടിക്കുലാരിസം ഉണ്ട്. അങ്ങനെ നമ്മൾ കുറെ പോയിന്റ്സുകൾ പഠിച്ചില്ല. PDF ഇപ്പൊ തന്നെ തരും കേട്ടോ. PDF തരും. അങ്ങനെ കുറെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹു കുഡ് നോട്ട് വിൻ ഇലക്ഷൻസിനെയാണ് നമ്മൾ ക്ലെക്സ് എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ 16. Who among the following is considered as the father of politics administration dichotomy? ആരെയാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടതാണ്. പക്ഷെ ഇത് ഇടാൻ കാരണം നിങ്ങൾ ഇങ്ങനെ തെറ്റിക്കും എനിക്ക് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് എനിക്കറിയായിരുന്നു. എല്ലാരും എ ആണോ പറയുന്നത്? എ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എ ആണ് ആൻസർ കേട്ടോ. അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ആൻസർ എ ആണ്, വുഡ്രോ വിൽസൺ ആണ്. പക്ഷെ ഇതിനകത്ത് ഈ ഫ്രാങ്ക് ജെ ഗുഡ്നൌവിന്റെ പേരൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഇദ്ദേഹം മൊത്തത്തിൽ ഫാദർ ഓഫ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇദ്ദേഹം അമേരിക്കൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. തെറ്റിക്കരുത്. ഇത് വുഡ്രോ വിൽസൺ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും ഫ്രാങ്ക് ജെ ഗുഡ്നൌ ഫാദർ ഓഫ് അമേരിക്കൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുമാണ് കേട്ടോ. അത് തെറ്റിക്കരുത് കേട്ടോ. ആ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കിയതിനു ശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കിയത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലേ എംഫസിസ് ഓൺ റെലവൻസ്, വാല്യൂ, ഇക്വിറ്റി, ചേഞ്ച്, ഇക്വിറ്റി, വാല്യൂ, ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി. ഏതാ വേണ്ടത്? 16 വേണ്ടത്. ഓക്കെ, 16 പറയുന്നത് ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ ഡൈക്കട്ടോമി. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് പഠിച്ചില്ലേ എവല്യൂഷൻ പഠിച്ചപ്പം? പൊളിറ്റിക്സിനെയും അഡ്മിനിസ്ട്രേഷനെയും രണ്ടും സെപ്പറേറ്റ് സബ്ജക്റ്റുകളായിട്ട് കൺസിഡർ ചെയ്ത വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരുടെ പേര് പഠിച്ചു. ഒന്ന് വുഡ്രോ വിൽസൺ ആണ്, രണ്ടാമത്തേത് ഫ്രാങ്ക് ജെ ഗുഡ്നൌ ആണ്. ഇതിൽ വുഡ്രോ വിൽസൺ ഫാദർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പൊതുവിലാണ് അറിയപ്പെടുന്നത്. ഫ്രാങ്ക് ജെ ഗുഡ്നൌ US എന്ന് സ്പെസിഫിക് ആയിട്ട്, അത് അമേരിക്കൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ അത് തെറ്റിപ്പോരുതെന്നാണ് പറയുന്നത്. ഇവിടെ ഫാദർ ഓഫ് US എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആരെ ചേർക്കുക? ഫ്രാങ്ക് ജെ ഗുഡ്നൌ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വുഡ്രോ വിൽസൺ എഴുതുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ഇതിന്റെ ആൻസർ പറഞ്ഞേ. ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലേ എംഫസിസ് ഓൺ relevance, value, equity, change, equity, value, transparency, efficiency, value, priority, efficiency, economy, value, transparency, change, culture. ഏതാണ് ആൻസർ? ആൻസർ ഏതാ? ബാക്കിയുള്ളവര് പെട്ടെന്ന് കമന്റ് ചെയ്യണേ.
എ ആണ് അല്ലേ ആൻസർ? എ ആണ് ആൻസർ കേട്ടോ, എ ആൻസർ. എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ ഫ്രേസ് ഡെവലപ്മെന്റൽ ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ. ആക്ച്വലി ഇത് നമ്മള് നമ്മുടെ നോട്ടിലൊന്നും പഠിച്ചിട്ടില്ല. ഇത് ഔട്ട്സൈഡ് ദി ടോപ്പിക് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ബ്യൂറോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാലും അതിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഫ്രേസ് ഡെവലപ്മെന്റൽ ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആരായിരിക്കും ഇതില്? ആരായിരിക്കും? ഈ ഗോസ്വാമി എന്ന് പറയുന്ന ആള് നമ്മുടെ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആളാണ്. FW റിക്സ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആണ്. അപ്പം നമ്മുടെ ലാ പലോംബ്ര, ജോസഫ് ലാ പലോംബ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോസഫ് ലാ പലോംബ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡെവലപ്മെന്റൽ ബ്യൂറോക്രസി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആള് ജോസഫ് ലാ പലോംബ്രയാണ്. പഠിച്ചു വെച്ചോണേ. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Bureaucracy as an instrument of exploitation in the state exploits the affairs of the community in such a manner as to promote and sustain its private ends എന്നാണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്. വായിച്ചിട്ട് ക്ലിയർ ആയോ? മലയാളം പറയണോ? മലയാളം പറയണോ? വായിച്ചിട്ട് മനസ്സിലായോ? ഓക്കെ, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്യൂറോക്രസി എന്ന് പറയുന്നത് പ്രൈവറ്റ് എൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഫേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും നിലനിർത്താനും വേണ്ടി കമ്മ്യൂണിറ്റീസിനെ എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബ്യൂറോക്രസി എന്നുള്ളതാണ് അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്യൂറോക്രസി വിച്ച് ഡിറ്റർമൈൻസ് ദ ഫേറ്റ് ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് എ ഗിവൺ സൊസൈറ്റി. നിലവിലുള്ള ഒരു സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധി നിർണയിക്കുന്നത് ബ്യൂറോക്രസി ആണ് എന്നുള്ളതാണ് ഇതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ദ ആൻസർ എന്തായിരിക്കും? ബ്യൂറോക്രസി എന്ന് പറയുന്നത് പ്രൈവറ്റ് എൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു ടൂളായിട്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധി നിർണയിക്കുന്നത് അവിടെയുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആണ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് തിങ്ക് ചെയ്തിട്ട് കമന്റ് ചെയ്തേ. ഡി. പിന്നെ വേറെ ബാക്കിയുള്ളവര്? ബാക്കിയുള്ളവരോ? ഓക്കെ, ഞാൻ എന്റെ ആൻസർ പറയാം. ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആണ് കേട്ടോ. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുന്നത്, നമ്മൾ 4 തരത്തിലുള്ള ബ്യൂറോക്രസി പഠിച്ചില്ലേ? കാസ്റ്റ് ബ്യൂറോക്രസി പഠിച്ചു, ഗാർഡിയൻ ബ്യൂറോക്രസി പഠിച്ചു, പേട്രണേജ് ബ്യൂറോക്രസി പഠിച്ചു, മെറിറ്റ് ബ്യൂറോക്രസി പഠിച്ചു. ഇതില് മെറിറ്റ് ബ്യൂറോക്രസി ഒന്ന് എക്സെപ്റ്റ് ചെയ്ത് നിർത്തിയാലും ബാക്കി 3 എണ്ണവും പറയുന്നത് എന്താ? ഇപ്പൊ പേട്രണേജ് ബ്യൂറോക്രസി ഫോളോ ചെയ്യുന്ന അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോൾ നിലവിലുള്ള ബ്യൂറോക്രാറ്റ്സിനെ എല്ലാം എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദെയർ ഓൺ പർപ്പസസ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മോട്ടീവ്സ് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ബ്യൂറോക്രാറ്റ്സുകളെ റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവത്തില്ലേ? ഇനി ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഗുഡ് ഓർ ബാഡോ എന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ ബ്യൂറോക്രസി തന്നെയാണ് അല്ലെ? ഉദ്യോഗസ്ഥ വൃന്ദം കൃത്യമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഇല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. സോ ബ്യൂറോക്രസിക്ക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധിയെ നിർണ്ണയിക്കാനുള്ള പങ്ക് വളരെ വലുതാണ്. അതായത് നല്ല രീതിയിൽ, ഓക്കെ ഒന്നുകൂടി പറയാം. അതായത് ബ്യൂറോക്രസി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്വകാര്യ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിനും അവയെ വളർത്തുന്നതിനും വേണ്ടിയിട്ട്
നിലനിൽക്കുന്ന ഒന്നാണ് ബ്യൂറോക്രസി എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത്, ഈ ബ്യൂറോക്രസിയാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. കാരണം എന്താ, നമ്മൾ പല ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി പഠിച്ചപ്പോഴും അതിനകത്തൊക്കെ പറഞ്ഞു, ഇപ്പം ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ പേട്രണേജ് ബ്യൂറോക്രസിയാണ്. അതിൽ എന്താ പറയുന്നത്, ഇല്ലെങ്കിൽ സ്പോയിൽ സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത്? നിലവിലുള്ള ഗവൺമെന്റ് മാറി പുതിയ പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നിലവിലുള്ള എല്ലാ ബ്യൂറോക്രാറ്റ്സിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ബ്യൂറോക്രാറ്റ്സിനെ അപ്പോയിന്റ് ചെയ്യും എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? ക്ലിയർ ആയോ? ഐഡിയ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ബ്യൂറോക്രസി ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇനി രണ്ടാമത്തേത്, ഒരു രാജ്യത്തിലുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റമാണ് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അതും കറക്റ്റ് അല്ലേ? ബ്യൂറോക്രാറ്റ്സ് നല്ല രീതിയിൽ വെൽഫെയർ ഓഫ് ദി സിറ്റിസൺസിന് വേണ്ടി വർക്ക് ചെയ്തെങ്കിൽ മാത്രമല്ലേ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ബ്യൂറോക്രാറ്റ്സ് എല്ലാം ഭയങ്കര അരഗന്റ് ആയിട്ട് ഫുള്ള് കറപ്ഷനുമായി നെപ്പോട്ടിസവും കാണിച്ച് മൊത്തം തങ്ങളുടെ സ്വന്തം സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണെങ്കിൽ രാജ്യം വളരുവോ? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ സിറ്റിസൺ ഫ്രണ്ട്ലി ആവുമോ? ഇല്ല അല്ലേ? സോ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷെ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല അല്ലേ? രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിലും കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, സ്പാൻ ഓഫ് അറ്റൻഷൻ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ബൈ. ഇതിൽ ആരാണ് സ്പാൻ ഓഫ് അറ്റൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചു. അതിനുള്ളിൽ ഈ സ്പാൻ ഓഫ് അറ്റൻഷനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ആ സൈക്കോളജിയിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന ടേം കൊണ്ടുവന്നത് ആരായിരുന്നു? പെട്ടെന്ന് പറഞ്ഞു. സിമ്പിൾ അല്ലേ? വി എ ഗ്രേക്യുനസ് ആണ് അല്ലെ? നമ്മൾ പഠിച്ചതാണ് അല്ലെ? വി എ ഗ്രേക്യുനസ് ആണ് ആദ്യമായിട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന ടേം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അത് പൊളിറ്റിക്കൽ സയൻസിലേക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ആളുകളുടെ എണ്ണങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ കോൾഡ് ഓക്സിലറി സർവീസ് ആസ് ഹൗസ് കീപ്പിംഗ്? ഇത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നോട്ടിൽ തന്നിട്ടുണ്ട്. ആരാണ് ഓക്സിലറി സർവീസിനെ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് വിളിച്ചിട്ടുള്ളത്? ഡയറക്റ്റ് നോട്ടിലുള്ള കാര്യമാണ്. ആരാ? ലൂതർ ഗള്ളിക്കാണ് അല്ലെ? ലൂതർ ഗള്ളിക്കാണ് ഓക്സിലറി സർവീസിനെ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ദ കോൺസെപ്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം വാസ് അഡ്വക്കേറ്റഡ് ബൈ. അപ്പൊ ഇവിടെ കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 3 ടേംസ് കൊണ്ടുവന്ന ആരാ? ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ആരാണ്? നമ്മൾ സോൺ ഓഫ് ഇൻഫ്ലുവൻസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? കോൺട്രിബ്യൂഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഇക്വിലിബ്രിയം ആരായിരിക്കും? ബി ആണല്ലേ? അതെ, ബർണാഡ് ആണ് കേട്ടോ. ഓപ്ഷനകത്ത് അവർക്ക് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്. ചെസ്റ്റർ ബർണാഡ് ആണ് കേട്ടോ. നിങ്ങൾ അതൊന്ന് മാറ്റിയേക്കണം. ഇത് ആക്ച്വലി ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങനെ വന്നത്. ചെസ്റ്റർ ബർണാഡ് ആണ്. ഓക്കെ, അടുത്ത ഓതർ ഓഫ് ദി ഇക്കോളജി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സിമ്പിൾ. ഇക്കോളജി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോഴേ ആരെയാണ് വരേണ്ടത്? ഇക്കോളജി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാ? ബി ആണല്ലേ? FW റിക്സ് ആണ് കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് വെബീരിയൻ മോഡൽ ഓഫ് ബ്യൂറോക്രസി. അപ്പൊ മാക്സ് വെബറിന്റെ മോഡൽ ഓഫ് ബ്യൂറോക്രസിയിലെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇത് നമ്മൾ ആ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അതിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ ഏതായിരിക്കും നോക്കിക്കേ. ഇതിൽ നമ്മളൊന്ന് പഠിക്കാത്ത എന്താണെന്ന് നോക്കി വെച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും.
ഏത് ആൻസർ വരുന്നത്? There is a hierarchy of officers. There are multiple channels of communication. Official business in continuous basis. Officers are selected through competition. ഇതിൽ ഏതാണ് ഇല്ലാത്തത്? ഒന്ന് നോക്കിക്കേ നിങ്ങൾ, ഏതായിരിക്കും ഇല്ലാത്തത്? ഏത് ഓപ്ഷൻ ആയിരിക്കും ഇല്ലാത്തത്? മാക്സ് വെബറിന്റെ തിയറി ഓഫ് ബ്യൂറോക്രസി പഠിച്ചപ്പോൾ ഞാൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ? അതിനകത്ത് ഇല്ലാത്തത് ഏതാണോ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഏതാണ്? there are multiple channels of communication ആണ് വരുന്നത്. കാരണം അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? കണ്ടിന്യൂറ്റി ഉണ്ട്. ഓർഗനൈസേഷനിൽ അവിടുത്തെ ബ്യൂറോക്രാറ്റ്സുകൾ മാറി വന്നാലും കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഹൈറാർക്കി ഉണ്ട്, മെറിറ്റ് ബേസ്ഡ് ആണ് എടുക്കുന്നത്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? പക്ഷേ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടോ? നമ്മൾ ഏത് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? വെബർ പറയുന്നത് സ്കേലാർ സിസ്റ്റം ഫോളോ ചെയ്യണം എന്നല്ലേ പറയുന്നത്? സ്കേലാർ സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് തൊട്ട് മൾട്ടിപ്പിൾ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, സിംഗിൾ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവിടെ ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്ത ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് an employee should receive orders from one superior only. The number of subordinate employees that an administrator can effectively supervise, the control or supervision of the superior over the subordinate, the number of people being controlled. ഏത് ആൻസർ വരുന്നത്? നമ്മൾ അന്ന് സ്പാൻ ഓഫ് കൺട്രോൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞു. ഏത് ആൻസർ ആയിട്ട് വരുന്നത്? ബി ആണല്ലേ ആൻസർ. നമ്മളൊന്ന് പറഞ്ഞു, ഒരു സൂപ്പർവൈസറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് FW റിക്സ് ആണ്. ഇവിടെ ഈ ഐ ഇല്ലേ, അതൊന്നും നിങ്ങൾ കളഞ്ഞേക്കണേ. FW റിക്സ് ആണ് ഫാദർ ഓഫ് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് മിൻഡോംബ്രൂ കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ, ഓൾറെഡി ഞാൻ പറഞ്ഞു, 1988 അടുത്തത് ഒരു റീസൺ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോക്കിയേക്കെ. ഗുഡ് ഗവേണൻസ് ഹാസ് ബിക്കം എ മേജർ തീം ഓഫ് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒന്നാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഗ്ലോബലൈസേഷൻ ഹാസ് മെയ്ഡ് മോഡേൺ സ്റ്റേറ്റ്സ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഫ്രീ. ഗ്ലോബലൈസേഷൻ മോഡേൺ സ്റ്റേറ്റ്സുകളെ ഇൻഡിപെൻഡന്റും ഫ്രീയും ആക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് ഏതായിരിക്കും വരുന്നത്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? രണ്ടും ശരിയായിട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലയോ? തെറ്റാ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയുമാണോ? ഏതായിരിക്കും വരുന്നത്? സോ ഞാൻ തന്നെ ആൻസർ പറയാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ. സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. ഇനി അതിന്റെ കാരണം കൂടെ പറഞ്ഞുതരാം. ഗുഡ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്പെറൻസി ഉണ്ടാക്കുക, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക, പീപ്പിൾ ഫ്രണ്ട്ലി ആവുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് അല്ലെ ഗുഡ് ഗവേണൻസ്. അപ്പൊ അത് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രധാനപ്പെട്ട തീമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. അതപ്പോ കറക്റ്റ് ആണ്. രണ്ടാമത്തേത്, ഗ്ലോബലൈസേഷൻ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മോഡേൺ സ്റ്റേറ്റ്സുകൾ ഇൻഡിപെൻഡന്റ് ആൻഡ് ഫ്രീ ആയോ? അവർക്ക് ഫ്രീ മാർക്കറ്റ് ഉണ്ടാക്കി, ലിബറലൈസേഷൻ ഉണ്ടായി, പ്രൈവറ്റൈസേഷൻ ഉണ്ടായി എന്നല്ലാതെ കംപ്ലീറ്റ്ലി ഒരു സ്റ്റേറ്റിനെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റിയോ? ആ ഒരു സംവിധാനം ഇല്ല അല്ലേ? സോ സെക്കൻഡ്, അതായത് റീസൺ അവിടെ തെറ്റായിട്ടാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇനി 28 ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മൊത്തം 55 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ എടുത്തിട്ട്. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. ഞാൻ ആൻസർ ക്വസ്റ്റ്യനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ എൻ്റെ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. ഇന്ന് പറഞ്ഞ ഓക്കെ ആണോ?